ഹായ് നമസ്കാരം. നമ്മുടെ റോഡിൻ്റെ അവസ്ഥകളും ആ റോഡിന് ഫണ്ട് പാസ്സായിട്ട് ചിലവഴിക്കാത്തതിനെ വിമർശിച്ചിട്ടും ഒക്കെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിലായിട്ട്. അപ്പോൾ അതിനെ തുടർന്നിട്ടുണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിലെ ആങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ പൊക്കളങ്ങര കടപ്പുറം. അവിടെ ഒരു സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇറങ്ങുന്നത്. അല്ലാതെ ഇതൊരു ഒറ്റയാൾ പോരാട്ടമല്ല, എൻ്റെ മാത്രം ഒരു പോരാട്ടമോ കാര്യങ്ങളോ അല്ല. അപ്പോൾ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കി മീറ്റിങ്ങിൽ തീരുമാനിച്ച കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാർബർ ഓഫീസിൽ പോയതും പഞ്ചായത്ത് ഓഫീസിൽ പോയതും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇതെൻ്റെ മാത്രം തീരുമാനമല്ല, എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു കാര്യമല്ല. അത് ആദ്യം തന്നെ പറയട്ടെ. ഈ ഒരു വീഡിയോ ഇട്ടത് എൻ്റെ റീച്ചിന് വേണ്ടിയും എൻ്റെ പേജിൻ്റെ റീച്ചിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും ആണ് എന്ന് ചിലർ പറയുന്നുണ്ട്. അവരോട് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഒരു വ്ളോഗർ തന്നെയാണ്. ഞാൻ വ്ളോഗുകൾ ചെയ്യാറുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വ്ളോഗുകൾ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് എനിക്ക് വരുമാനവും കിട്ടുന്നുണ്ട്. ആ വരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് വീഡിയോസ് മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഈ ഒരു പ്രശ്നം ഏറ്റെടുത്ത് ഇതിൻ്റെ പിന്നാലെ നടന്ന് ആളുകളുടെ ഒപ്പ് ശേഖരിക്കാനും അതുപോലെ ഈ ഓഫീസുകളിൽ കയറി ഇറങ്ങാനും മീറ്റിംഗ് വിളിച്ചു കൂട്ടാനും ഒക്കെ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് വീഡിയോസ് ചെയ്തിട്ട് വിവാദങ്ങളുണ്ടാക്കി വീഡിയോസ് ചെയ്ത് റീച്ച് കൂട്ടി ചെയ്താൽ മതി. എനിക്ക് റീച്ച് കിട്ടും, പൈസ കിട്ടും. പക്ഷേ ഈ ഒരു പ്രശ്നം എൻ്റെ നാടിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ ഇതൊരു റീച്ചിന് വേണ്ടിയുള്ള വീഡിയോ അല്ല. റീച്ചിന് വേണ്ടിയുള്ള വീഡിയോ ആണെങ്കിൽ എനിക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇനി വിവാദങ്ങൾ ഉണ്ടാക്കി റീച്ച് കിട്ടാനാണെങ്കിലും നിരവധി വിവാദങ്ങൾ ഈ പരിസരത്ത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. എടുത്ത് വീഡിയോ ചെയ്ത് എനിക്ക് റീച്ച് കൂട്ടാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് എൻ്റെ നാടിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം പറയാം. ഈ വീഡിയോയിൽ എൻ്റെ ഒരു സുഹൃത്തിട്ടൊരു കമൻറ്റാണിത്. അതായത് നിൻ്റെ പാർട്ടിയല്ലേ ഭരിക്കുന്നത്, എന്നിട്ടെന്താ നീ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് ആ കമൻറ്റ്. അവനറിയാം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ളത്. അവന് കുറേ വർഷമായിട്ട് എന്നെ അറിയുന്നതാണ്. അപ്പോൾ അത് തുറന്നു പറയുന്നതിൽ എനിക്കും യാതൊരു മടിയില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഇപ്പോഴും. ഇപ്പോഴും ചെങ്കൊടി കണ്ടു കഴിഞ്ഞാൽ രോമാഞ്ചം വരുന്ന, അല്ലെങ്കിൽ വിപ്ലവ ഗാനം കേട്ട് കഴിഞ്ഞാൽ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് ഞാൻ. അത് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. എൻ്റേതൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. ചെറുപ്പം മുതലേ അച്ഛൻ പാർട്ടി മെമ്പറും കമ്മ്യൂണിസ്റ്റുകാരനും ഒക്കെ ആയിരുന്നു. ചെറുപ്പം മുതലേ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കേട്ട് വളർന്ന, വിപ്ലവ ഗാനങ്ങൾ കേട്ട് വളർന്നൊരു ആളായിരുന്നു ഞാൻ. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് യോഗങ്ങൾക്കും സമ്മേളനങ്ങൾക്കും EMSൻ്റെ പ്രസംഗം കേൾക്കാൻ, നായനാരുടെ പ്രസംഗം കേൾക്കാൻ, അങ്ങനെയൊക്കെ എല്ലാത്തിനും അച്ഛൻ്റെ കയ്യും പിടിച്ച് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം ചെറുപ്പം മുതലേ മനസ്സിലുണ്ട്, ചോരയിലുണ്ട്. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് MLA വിമർശിച്ചു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീ NK അക്ബറാണ് നമ്മുടെ ഇവിടുത്തെ MLA, ഗുരുവായൂർ മണ്ഡലമാണ്. അദ്ദേഹം ഒരു പാർട്ടി MLA അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു പാർട്ടിയുടെ പേരിൽ മത്സരിച്ച് ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഈ നാടിൻ്റെ പ്രതിനിധിയാണ്, നാടിൻ്റെ MLA ആണ്. അല്ലാതെ ഒരു പാർട്ടിയുടെ പ്രതിനിധിയോ പാർട്ടിയുടെ MLA അല്ല. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വിമർശിക്കും. അതിൽ സ്വന്തം രാഷ്ട്രീയക്കാരനാണോ അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയക്കാരനാണോ എന്നൊന്നും നോക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപി, അദ്ദേഹം ഒരു BJP MP അല്ല. അദ്ദേഹം നമ്മുടെ നാടിൻ്റെ MP ആണ്, തൃശ്ശൂരിൻ്റെ MP ആണ്. അദ്ദേഹം മത്സരിക്കുന്ന സമയത്തും ഇലക്ഷന് മുമ്പും അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടുണ്ട്, ഞാനും വിമർശിച്ചിട്ടുണ്ട്, എല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ജനങ്ങൾ തിരഞ്ഞെടുത്ത് വന്നിട്ടുള്ള ഒരു MP ആണ്, കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ അത് നമ്മൾ കാണണം. അപ്പോൾ ഇനി അദ്ദേഹം BJP MP അല്ലെങ്കിൽ BJP മന്ത്രി എന്നല്ല പറയേണ്ടത്, നമ്മുടെ മന്ത്രിയാണ്. അപ്പോൾ അതിൽ പിന്നെ രാഷ്ട്രീയം കാണാൻ പാടില്ല. അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ MLA വിമർശിച്ചത്. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ് പഞ്ചായത്തും പാർട്ടിയും പ്രവർത്തകരും ഒക്കെ ഇവിടെ ഫ്ലെക്സ് ബോർഡുകൾ നിരത്തി വെച്ചു. അതിലൊരു ഫ്ലെക്സ് ബോർഡ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ശശിചേട്ടൻ്റെ രക്തസാക്ഷി വാർഷികത്തിൻ്റെ ഫ്ലെക്സാണ്. പക്ഷേ അത് ഒട്ടിച്ചിരിക്കുന്നത്, അതിൻ്റെ പുറകിൽ കാണുന്നത് നമ്മുടെ MLAക്ക് അഭിവാദ്യം അർപ്പിച്ച് വെച്ചിരുന്ന ഫ്ലെക്സാണിത്. ആ ഫ്ലെക്സിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ ഇത് ഈ ഫ്ലെക്സ് അടിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലെക്സാണ് MLAക്ക് അഭിവാദ്യം അർപ്പിച്ചിട്ട്, ഈ റോഡ് ഫണ്ട് അനുവദിച്ചതിന് MLAക്ക് അഭിവാദ്യം അർപ്പിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ MLA വിമർശിച്ചത്. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പാർട്ടിയിൽ ഇപ്പോൾ ഒരു ഭാരവാഹിത്വമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് ഞാൻ പറയുന്നതിന് കമ്മ്യൂണിസ്റ്റ് സംഘടനയിൽ എനിക്ക് അംഗത്വമോ അല്ലെങ്കിൽ DYFIയിലെ പ്രവർത്തകനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനോ ഭാരവാഹിയോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പരസ്യമായിട്ട് വിമർശിച്ച് സംസാരിക്കുമ്പോൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ പാർട്ടിയിൽ ഒരു ഭാരവാഹിത്വമുള്ള ആളാണെങ്കിൽ പാർട്ടിയെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളത് അവരുടെ പാർട്ടിയുടെ നിയമങ്ങളിൽ വരും. അവരുടെ മാനിഫെസ്റ്റോയിൽ വരുന്ന കാര്യമാണ് പാർട്ടിയെ പരസ്യമായി വിമർശിക്കരുത് എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് വിമർശിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് പാർട്ടിയല്ല ഞാൻ വിമർശിക്കുന്നത്. പാർട്ടി തിരഞ്ഞെടുത്ത് അയച്ച് നാടിൻ്റെ മന്ത്രിയായിട്ട് അല്ലെങ്കിൽ നാടിൻ്റെ MLA ആയിട്ട് വന്ന ആളെയാണ് ഞാൻ വിമർശിച്ചത്. അയാൾ ചെയ്യാത്ത കാര്യങ്ങളെയാണ് ഞാൻ വിമർശിച്ചത്.
അതുപോലെ തന്നെ ഈ വകമാറ്റാൻ ശ്രമിച്ച കള്ളക്കളിയെയാണ് ഞാൻ വിമർശിച്ചത്. ആരാണ് ഈ കള്ളക്കളി കളിച്ചത്? അത് നമുക്കറിയണമല്ലോ. ഒരു കാര്യത്തിന് വേണ്ടി പാസ്സായ ഫണ്ട് ആ കാര്യത്തിന് വിനിയോഗിക്കാതെ അതിൻ്റെ ഫണ്ട് വേറൊരു സ്ഥലത്തേക്ക് വകമാറ്റാൻ ശ്രമിച്ചത് ആരാണ്? അത് നമ്മളറിയണം. ഈ ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ വീഡിയോ ഇട്ട് ഈ ഒരു കാര്യത്തിലേക്കല്ല ഇറങ്ങിയത്. ഞാൻ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, നമുക്ക് ഏറ്റവും അധികം ആക്സസിബിൾ ആയിട്ടുള്ള ആളാരാ? ഏറ്റവും അടുത്ത ആക്സസിബിൾ ആയിട്ടുള്ള ആൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഒക്കെയാണ്. അല്ലെങ്കിൽ MLA മന്ത്രിയൊക്കെ നമുക്ക് അത്ര ആക്സസിബിൾ ആയിട്ടുള്ള വ്യക്തികളല്ല. അപ്പോൾ നമ്മളെപ്പോഴും കാണുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പറോട്, സതീഷ് ചേട്ടനോട് ഞാൻ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, സതീഷ് ചേട്ടാ എന്തായി നമ്മുടെ റോഡിൻ്റെ കാര്യം, വല്ലതും നടക്കുമോ, എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് വീഡിയോ ഇട്ടിട്ട് വിമർശിക്കാനല്ല നിന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ച് നടന്നിട്ടും ഇതിലുണ്ടാകുന്ന അപ്ഡേറ്റുകൾ നമ്മളെ അറിയിക്കേണ്ട ഒരു മര്യാദയില്ലേ? അതായത് ഇവിടെ പാസ്സായിട്ടുണ്ട് അല്ലെങ്കിൽ ഫണ്ട് അങ്ങോട്ട് മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് അറിയിക്കേണ്ട ഒരു മര്യാദയില്ലേ? ആരും പറഞ്ഞില്ല. നമ്മൾ മറ്റു മാർഗ്ഗങ്ങളിലൂടെ ഈ കാര്യം അറിഞ്ഞപ്പോഴാണ് ഇതിനിറങ്ങി പുറപ്പെട്ടത്. ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ നൈസായിട്ട് അതങ്ങോട്ട് പോയേനെ, ആ ഫണ്ട് അങ്ങ് പോയേനെ. അവിടെ പോയിട്ട് പാലം ചിലപ്പോൾ പണിയും, അല്ലെങ്കിൽ പാലം പണിയാനുള്ള ഫണ്ട് തികഞ്ഞില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും, ഈ റോഡ് ഇവിടെ കിടക്കും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം ഓടിയെത്തുക കമ്മ്യൂണിസ്റ്റുകാരാണ്. DYFIക്കാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെയാണ് ഇതുപോലുള്ള റോഡിൻ്റെ പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നം. അതുപോലെ ഈ റോഡ് പണ്ട് പുല്ല് നിറഞ്ഞ് കിടന്ന്, റോഡിൻ്റെ സൈഡ് മൊത്തം പുല്ല് നിറഞ്ഞ് കിടന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടോ ഇത് ചെയ്യാനായിട്ട്? കമ്മ്യൂണിസ്റ്റുകാരൻ പോട്ടെ, പ്രതിപക്ഷത്തിനെ കണ്ടോ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു റോഡിൻ്റെ ഒരു പ്രശ്നം വന്നു, പ്രതിപക്ഷം ആരെങ്കിലും പ്രതികരിച്ചോ? മറ്റു നാടുകളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, പ്രതിപക്ഷം റോഡിൽ വാഴ വെച്ച് പ്രതിഷേധിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷവും ഇല്ലേ? പ്രതിപക്ഷവും ഇല്ല, ഭരണപക്ഷവും ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. ഒരാളും ഇല്ല, കാര്യങ്ങൾ നോക്കി നടത്താൻ രാഷ്ട്രീയക്കാരും ഇല്ലാണ്ടാകുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളിറങ്ങും. അന്ന് ഈ പുല്ലിൻ്റെ കേസ് പറഞ്ഞ് മടുത്തിട്ട് അവസാനം ഇവിടുത്തെ ജനങ്ങളാണ് ഇറങ്ങിയത്, രാഷ്ട്രീയം നോക്കാതെ, ഒരു രാഷ്ട്രീയത്തിൻ്റെയും കൊടിയുടെയും പിൻബലമില്ലാതെ, തണലിലല്ലാതെ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരാണ് അന്ന് ഇറങ്ങിയത്. അന്ന് ഇറങ്ങിയിട്ട് അവർ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി റോഡ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ DYFIക്കാരിറങ്ങും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരിറങ്ങും, അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൈ എടുത്ത് നടത്തിയിരുന്നത്. ഇപ്പോൾ എന്താ, അവരൊന്നും ഇല്ലേ? ഇവിടെ ഒരാളിറങ്ങുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു രക്തത്തിൻ്റെ ആവശ്യം വന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ DYFIക്കാരാണ് ആദ്യം ഓടിയെത്തുന്നത്. അത് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഏറ്റവും ആദ്യം രക്തം കൊടുക്കാൻ ഓടിയെത്തുന്ന DYFIക്കാരെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നാട്ടിലെ മറ്റു പൊതു കാര്യങ്ങളിലൊന്നും അവർ ഇടപെടാതായി. പണ്ടൊക്കെ പൊതു കുളങ്ങൾ വൃത്തിയാക്കുക, അല്ലെങ്കിൽ പൊതു ജലാശയങ്ങൾ, ജലസംഭരണികളൊക്കെ സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പാർട്ടിക്കാരിറങ്ങിയിരുന്നു, പാർട്ടി പ്രവർത്തകരിറങ്ങിയിരുന്നു. ഇപ്പം നാട്ടിലത്തെ ഒരു പ്രശ്നങ്ങൾക്ക് ഇവരെ കാണാറില്ല. അതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ നേരിട്ട് പ്രവർത്തിക്കാത്ത, നമ്മൾ ഉള്ളിൽ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും കൂടെ ഇറങ്ങുന്നത്. ഇപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, അതിൽ ഉള്ളിൽ പല രാഷ്ട്രീയമുള്ളവരുണ്ടാവാം, കോൺഗ്രസ്സുകാരുണ്ടാവാം, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവാം, BJPക്കാരുണ്ടാവാം. എല്ലാവരും കൂടി ചേർന്നാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിലാരും രാഷ്ട്രീയം പറയാറില്ല. നമ്മുടെ ഇവിടെ പാർട്ടി മെമ്പർമാരുണ്ടല്ലോ, നമ്മുടെ MLA ഏറ്റവും അധികം നമുക്ക് ആക്സസിബിൾ ആവുന്നതിനേക്കാളും എളുപ്പത്തിൽ ഈ പാർട്ടിക്കാർക്ക്, പാർട്ടി മെമ്പർമാർക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർക്കും നമ്മുടെ MLA ആയിട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റും, എപ്പോഴും പറ്റുന്നതാണ്. ആരും എന്താ ഈ ഒരു കാര്യം MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്താത്ത, അല്ലെങ്കിൽ ആരും ചോദിക്കാത്തത് എന്താ? നമുക്കൊക്കെ ഏറ്റവും പെട്ടെന്ന് പറ്റുന്നത് പഞ്ചായത്തിൽ പോയി ചോദിക്കാം, അങ്ങനെയുള്ളൂ. MLA നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമല്ല, അല്ലെങ്കിൽ MLA ഓഫീസിലേക്ക് പോകണം. പക്ഷേ ഇവരെപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഈ MLAയും ഒക്കെ ആയിട്ട് എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇവരാരും ചോദിച്ചില്ലല്ലോ. അതുകൊണ്ടല്ലേ എനിക്ക് ചോദിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നത്. എന്നിട്ടിപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ റീച്ചിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പിണറായിനെ വിമർശിച്ച റീച്ച് കൂടുതൽ കിട്ടും, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിണറായിനെ വിമർശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു ബാലിശമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വിമർശിക്കേണ്ടത് വിമർശിക്കും, പറയും. നല്ലതും പറഞ്ഞിട്ടുണ്ട്, മുമ്പ് നല്ലത് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് നവകേരള സദസ്സ് നടന്ന സമയത്ത് ഇവിടുത്തെ ഉപ്പൊക്കെ ശേഖരിച്ച് ഈ റോഡിന് വേണ്ടി പ്രവർത്തിച്ച് അപേക്ഷ കൊടുത്ത് ഈ ഒരു റോഡിന് ഫണ്ട് പാസ്സായ സമയത്ത് എനിക്ക് വന്നിട്ടുള്ള വിമർശനങ്ങൾക്ക് ഒരു ഇതില്ല. എത്ര പേരെ എന്നെ എല്ലാവരും അന്ന് സർക്കാരിൻ്റെ PR ഏജൻറ്റ്, നവകേരള സദസ്സിൻ്റെ PR ഏജൻറ്റാണ് ഞാൻ, സർക്കാരിന് വേണ്ടി ഞാൻ പണം പറ്റി വ്ളോഗ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കമൻറ്റിൽ അന്നത്തെ വീഡിയോസ് ഇപ്പോഴും കിടക്കുന്നുണ്ട്, അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അന്ന് ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ തെറി കേട്ടത്, അതായത് പാർട്ടിക്ക് വേണ്ടി ഞാൻ PR വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തെറി മുഴുവൻ കേട്ടത് ഞാനാ. അന്ന് ആരും ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ പാർട്ടിക്ക് എതിരെ വിമർശനം വന്നപ്പോൾ എന്നെ പറയാൻ വേണ്ടി കുറേ പേര് വരുന്നു. അതുപോലെ പണ്ട് ഹെൽത്ത് സെൻ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഹെൽത്ത് സെൻ്ററിൽ മെഡിസിൻസ് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, ആരോഗ്യമേഖല വളരെയധികം മെച്ചപ്പെട്ടു, നമ്മുടെ കേരളത്തിലെ ആരോഗ്യമേഖല വളരെയധികം മെച്ചപ്പെട്ടു, മെഡിസിൻസ് 100 കണക്കിന് രൂപയുടെ മെഡിസിൻസ് എല്ലാം സൗജന്യമായിട്ട് ലഭിക്കുന്നു, ഡോക്ടറെ കാണാനൊന്നും ക്യൂ നിൽക്കേണ്ടി വരുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പോസിറ്റീവ് പറഞ്ഞു. അന്നാരും ഇവരാരും വന്നില്ലല്ലോ ഒന്നും പറയാനായിട്ട്.
ഇപ്പോൾ ഒരു വിമർശനം വന്നപ്പോൾ പാർട്ടിയെ പരസ്യമായിട്ട് വിമർശിക്കുന്നു എന്നുള്ള രീതിയിൽ ഉള്ള ചർച്ചകൾ നടക്കുന്നു. ഇതിലൊക്കെ എന്താ നമ്മൾ കാണണ്ടേ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയമാണോ നോക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ, രാഷ്ട്രീയമാണോ നോക്കേണ്ടത്? നമ്മുടെ നാടിൻ്റെ ഒരു കാര്യത്തിൽ രാഷ്ട്രീയമാണോ നോക്കേണ്ടത്? നമ്മുടെ രാഷ്ട്രീയ കക്ഷി എന്തെങ്കിലും ചെയ്യാതിരുന്നു എന്ന് കരുതി മിണ്ടാതിരിക്കുകയാണോ വേണ്ടത്? വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കണ്ടേ? പറയേണ്ടടുത്ത് പറയണ്ടേ? അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു റോഡിൻ്റെ പ്രശ്നം, ഈ ഒരു റോഡ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ മോശമായിട്ട് കിടക്കുന്നതെന്ന്. അങ്ങനെയല്ല. നമ്മുടെ പഞ്ചായത്തിലത്തെ റോഡുകളിൽ 90% റോഡ്, 99% റോഡുകളും ഇപ്പോൾ തകർന്ന് കേടായി കിടക്കുക. ഞാനതെന്തായാലും ഇങ്ങനെയൊക്കെ എല്ലാവരും പറയുന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും അതൊരു സീരീസ് ആയിട്ട് തന്നെ എടുക്കാൻ പോവാം. ഓരോ ദിവസവും ഞാൻ നമ്മുടെ പഞ്ചായത്തിലത്തെ ഓരോ റോഡുകളും കാണിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്ത്. നമ്മുടെ പഞ്ചായത്തിലത്തെ ഓരോ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ പഞ്ചായത്തിലെ മാത്രമല്ല കേട്ടോ, തൃശ്ശൂർ ജില്ല മൊത്തമായിട്ട് എടുത്താലും കേരളം മൊത്തം ഞാൻ സഞ്ചരിച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തൃശ്ശൂർ ജില്ല ഞാൻ ഒരുവിധം സഞ്ചരിച്ച സ്ഥലങ്ങളിലെല്ലാം പഞ്ചായത്ത് റോഡുകളിലും ഗ്രാമീണ റോഡുകളെല്ലാം തകർന്ന് കിടക്കുകയാണ്. എല്ലാ റോഡുകളും ഇപ്പോൾ ഈ മഴക്കാലം കൂടിയായപ്പോൾ എല്ലാം വെള്ളക്കെട്ടും മൊത്തം കുഴികളും ഒക്കെ ആയിട്ട് തകർന്ന് കിടക്കുക റോഡുകൾ. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഒന്നും ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ലെങ്കിൽ പറയണ്ടേ? PWD റോഡുകൾ പോലും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതാരെങ്കിലും പറയണ്ടേ? ആരും പറയാണ്ട് എങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം പൊക്കി പറഞ്ഞാൽ പോരല്ലോ. അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാരെ ട്രോളി നടന്നാൽ പോരല്ലോ. ഇത് പരസ്പരം പാര വയ്ക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളലും, BJP ട്രോളുന്നു, BJP തിരിച്ച് ട്രോളുന്നു, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളിലും കൂടെ പാർട്ടി പ്രവർത്തകർ ഇടപെടണ്ടേ? അങ്ങനെ ഇടപെടാതാവുന്നത് കൊണ്ടാണ് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്ന് പറയുന്നത്. അത് സത്യം തന്നെയാണ്. പാർട്ടി പ്രവർത്തകർക്ക് ജനങ്ങളുമായിട്ട് ബന്ധമില്ലാതായി, പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. നാട്ടിലെ പ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെടുന്നില്ല. അങ്ങനെയാണ് ജനങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടത്. നാട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെടണം, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇത് വോട്ട് അടുക്കുമ്പോൾ മാത്രം ജനങ്ങളെ കാണാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ജനങ്ങളിൽ നിന്ന് അകലരുത്. ജനങ്ങളോട് കൂടെ നിന്നാൽ മാത്രമേ ജനങ്ങളും കൂടെ നിൽക്കുള്ളൂ. അത് മനസ്സിലാക്കിക്കോ. ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലെങ്കിലും കമ്മ്യൂണിസം ഉള്ളിലുള്ളൊരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് പറയുകയാണ്, ദയവ് ചെയ്തിട്ട് പഴയ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ജനങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ പറഞ്ഞാലും ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയം നോക്കാതെ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാഷ്ട്രീയം നോക്കാതെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിലത്തെ ഓരോ റോഡുകളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ട് വിലയിരുത്ത്.